സഹകരിക്കണമെന്ന ബിജെപിയുടെ ആവശ്യം പൂർണ്ണമായും തള്ളിക്കളയാത്ത നിലപാടാണ് ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ അമിത്ഷായുമായി നടത്തിയ ചർച്ചയിലെടുത്തത്. നല്ലത് ആര് ചെയ്താലും സഭ അതിനെ പിന്തുണയ്ക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എം സൂസൈപാക്യം വ്യക്തമാക്കി. മലങ്കര, ലത്തീൻ, സീറോ മലബാർ സഭ ബിഷപ്പുമാരുമാണ് 2 ദിവസങ്ങളിലായി അമിത്ഷായെ കണ്ടത്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സഭാ നേതൃത്വങ്ങളെ ഒപ്പം നിർത്താനുള്ള അജണ്ടയുമായാണ് അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയത്. ആദ്യ ദിവസം സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെയുള്ള 5 മതമേലധ്യക്ഷന്മാരെ കണ്ടു. ഇന്നലെയാണ് മലങ്കര കത്തോലിക്ക സഭ ആർച്ച് ബിഷപ്പ് കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാവയെയും ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസപാക്യത്തെയും കണ്ട് അമിത്ഷാ ചർച്ച നടത്തിയത്. ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തി മുന്നോട്ടു പോകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് സഭാ നേതൃത്വങ്ങളോട് BJP അധ്യക്ഷൻ വ്യക്തമാക്കി. ഒപ്പമുണ്ടാകണമെന്ന ആവശ്യവും ഉന്നയിച്ചു. ഇതിനോട് അനുകൂല മറുപടി പറഞ്ഞില്ലെങ്കിലും ഒരു തരത്തിലുള്ള എതിർപ്പും ബിഷപ്പുമാർ പ്രകടിപ്പിച്ചില്ല. ഇതൊരു പുതിയ ചുവടുവയ്പ്പാണ്. തീർച്ചയായിട്ടും മുന്നോട്ടുള്ള പോക്കിൽ പരസ്പരം മനസ്സിലാക്കുവാനും കാര്യങ്ങൾ തിരുത്തുവാനും എന്നുള്ള ഒരു പുതിയ സമീപനമായിട്ടാണ് ഞാൻ കരുതുന്നത്. ചർച്ചകളെ പോസിറ്റീവായാണ് BJP സംസ്ഥാന നേതൃത്വവും കാണുന്നത്. വരും ദിവസങ്ങളിൽ ദേശീയ നേതൃത്വം നേരിട്ട് തുടർ ചർച്ചകൾ നടത്തും. ഫാദർ ടോം ഉഴന്നാലിന്റെ മോചനമടക്കം ബിഷപ്പുമാർ ഉന്നയിച്ച പ്രശ്നങ്ങൾക്കെല്ലാം കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഉടൻ നടപടികൾ എടുപ്പിക്കുമെന്ന് അമിത്ഷാ സംസ്ഥാന BJP നേതൃത്വത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. റാഹീസ് റഷീദ്, മീഡിയ 1, തിരുവനന്തപുരം.